أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വീടിൻ്റെ പണി തുടങ്ങി അത് പ്രാരാബ്ധത്തിലായവരോട്, അതായത് വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി അത് മുടങ്ങിക്കിടക്കുന്നവർ കുറേ ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വീടിൻ്റെ പണി നല്ല ഉഷാറായി തുടങ്ങിയിരിക്കും, പക്ഷേ ഇടക്ക് അത് നിന്നു പോകുന്നതായ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരോട്, അങ്ങനെ പ്രാരാബ്ധത്തിലായി നീങ്ങുന്നവരോട് മഹാന്മാർ ചില കാര്യങ്ങൾ പതിവാക്കാൻ കൽപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ദൈറബി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം നാസിലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരും അവരോട് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ വീടിൻ്റെ പണി നിങ്ങൾക്ക് പെട്ടെന്ന് അത് പൂർത്തിയായി കിട്ടും. എല്ലാ പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറയുകയാണ്. എന്താണ് പതിവാക്കേണ്ടത്? ഒന്നാമത്തത് സൂറത്ത് അലം നശ്റഹ്. അലം നശ്റഹ് സൂറത്ത് എല്ലാ ദിവസവും ഒരു 7 പ്രാവശ്യം പാരായണം ചെയ്യുക, പതിവാക്കുക. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കിയാൽ നല്ലതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഖാരിയ, അൽ ഖാരിയത്തു മൽ ഖാരിയ എന്ന സൂറത്തും ദിവസവും ഒരു 7 തവണ പതിവാക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ ബറാഅത്തിലെ അവസാനത്തെ ഭാഗം, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലീം അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇത് ബിസ്മി ചൊല്ലാതെ ദിവസവും ഒരു 7 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും പതിവാക്കുക. ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ എന്ത് പ്രാരാബ്ധങ്ങളും എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളും അയാൾക്ക് മറികടക്കാൻ പറ്റുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ പണി തുടങ്ങി അത് ഇടക്ക് മുടങ്ങിക്കിടക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ പതിവാക്കുക. അതിന് പുറമെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലി 100 പൂർത്തിയാക്കുക. അങ്ങനെ എല്ലാ നിസ്കാരത്തിലും 100 ദിക്ർ ചൊല്ലുക. ഇതൊക്കെ ഇങ്ങനെയുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങൾ, നമ്മുടെ വീടുകൾ മുടങ്ങിക്കിടക്കുന്നതായ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ പറ്റുന്ന മഹാന്മാർ നിർദ്ദേശിച്ചതായ കാര്യങ്ങളാണ്. അപ്പോൾ ആരെങ്കിലും ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല സുന്ദരമായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.